നമസ്തേ. ജനസഭയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കേരളത്തിന് അനിവാര്യമോ എന്ന ചോദ്യമുയർത്തി തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച ജനം ടി വിയുടെ ഈ ജനസഭ സംവാദയാത്ര ഇന്നലെ തൃശ്ശൂർ ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി ഇന്ന് മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മലപ്പുറം ജില്ലയിലെ തിരുനാവായിൽ നാവാമുകുന്ദൻ്റെ മണ്ണിലാണ് ഇന്ന് ജനസഭ ചേരുന്നത്. പാരിസ്ഥിതികമായും സാമൂഹ്യപരമായും വലിയ പ്രത്യാഘാതങ്ങൾ കേരളമാകെ ഉണ്ടാക്കും എന്ന് ആശങ്കയുണർത്തുന്ന നിർദ്ദിഷ്ട കേരയിൽ പദ്ധതി, ആ പദ്ധതിയെ തിരുനാവായ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ഒരുപക്ഷെ കേരളത്തിൽ പ്രക്ഷോഭത്തിൻ്റെ ആദ്യ നാളുകളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിച്ചുയർന്ന കേരളത്തിലെ അനേകം ഗ്രാമങ്ങളിൽ ഒന്ന് ഈ പ്രദേശം കൂടിയാണ്. ഇവിടത്തുകാരുടെ പൊതുവികാരം കേരയിൽ പദ്ധതിക്ക് അനുകൂലമോ പ്രതികൂലമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനോട് അവർക്ക് ചോദിക്കാനുള്ളത് എന്ത്? തിരുനാവായിൽ ജനസഭ ആരംഭിക്കുകയാണ്. ശ്രീ ടി.എൻ. ശിവശങ്കരൻ NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹം LDFൻ്റെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ ഞാൻ ജനസഭയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ വി. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ BJPയുടെ പാലക്കാട് മേഖലാധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹം BJPയുടെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഉണ്ണികൃഷ്ണൻ മാസ്റ്ററെയും ജനസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ S. അലീന സമരസമിതിയുടെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അലീനയെയും ജനസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തിരുനാവായിലെ മുഴുവൻ ആളുകളെയും ജനസഭയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ടി.എൻ. ശിവശങ്കരൻ, ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ കേരളമാകെ വലിയ വിനാശത്തിന് കാരണമാകും എന്ന് ജനങ്ങൾ ഭയക്കുന്ന ഒരു പദ്ധതി, അത് തിരുനാവായിൽ ജനങ്ങൾ ഒന്നടങ്കം അതിനെ എതിർക്കുന്നു. എന്നിട്ടും പദ്ധതിയുമായി മുന്നോട്ട് പോവുക തന്നെയാണ് സംസ്ഥാന സർക്കാർ. എന്തുകൊണ്ട് ഈ പദ്ധതി ഇവിടെ അനിവാര്യമാണ് എന്നാണ് താങ്കൾ അടക്കമുള്ളവർ കരുതുന്നത്? ഇതിനകത്ത് ജനസഭയിൽ ആദ്യം സൂചിപ്പിച്ചത് ഈ കേരയിൽ നമുക്ക് വേണോ എന്നുള്ള മാതിരി എനിക്ക് സംശയം തോന്നി. കേരയിൽ എന്ന് പറഞ്ഞതൊരു പദ്ധതിയല്ല. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും യോജിച്ചുകൊണ്ട് നടത്തിയ ഒരു സംവിധാനമാണ് കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ആ കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ സിൽവർ ലൈൻ പദ്ധതി. ആ സിൽവർ ലൈൻ പദ്ധതി പോകുന്ന റൂട്ട് നമ്മുടെ കേരളത്തിലെ 11 ജില്ലകളുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഈ തിരുനാവായ ഭാഗത്തുകൂടി പോകുന്നുണ്ട്. അത് തിരുനാവായിലെ ജനങ്ങൾക്ക് അനിവാര്യമാണോ എന്ന് ആണ് പരിശോധിക്കും എന്നാണ് പറഞ്ഞത്. തിരുനാവായിലെ ജനങ്ങൾക്ക് അനിവാര്യമല്ല എന്ന രൂപത്തിൽ ഒരു സംസാരം ഭൂരിപക്ഷ ഭാഗത്തുനിന്ന് വന്നിട്ടില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെറ്റിദ്ധാരണ മൂലമാണ് ഇതിനെ എതിർക്കുന്നത് എന്നാണ്. നമുക്ക് ഒരു പദ്ധതി വേണം, നമുക്കൊരു പരിപാടി വേണം. ആ പദ്ധതികളും പരിപാടികളുമൊക്കെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് നടപ്പിലാക്കണം. ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാൻ എന്ത് വഴിയുണ്ട് എന്ന് ആലോചിക്കണം. അല്ലാതെ ഈ പരിപാടി അപ്പാടെ തള്ളിക്കളയണം എന്ന രൂപത്തിലേക്ക് ചർച്ച പോകുന്നത് മോശമാണ്. അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാകാൻ പാടില്ല. ഇന്നലെ പോലും നമുക്കുണ്ടായാലോ, ഇന്ന് പത്രത്തിൽ വന്നു, നേപ്പാളിലേക്ക് പുതിയ റെയിൽവേ ലൈൻ ഇട്ടുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു പുതിയ കാൽവെപ്പ് വെച്ചു. റെയിൽവേ വികസിക്കുകയാണ്. നേപ്പാളിലേക്ക് നമ്മൾ പുതിയ റെയിൽവേ ലൈൻ ഇട്ടിരിക്കുന്നു. ഏകദേശം 60 കിലോമീറ്ററോളം നേപ്പാളിലേക്കുള്ള റെയിൽവേ ലൈൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിക്കുന്ന സ്പീഡ് ലൈനുകൾ 350 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ട്രെയിനാണ് സംവിധാനം ചെയ്യുന്നത് ബോംബെയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക്. അതിൻ്റെ പണി ഏകദേശം മുക്കാഭാഗം കഴിഞ്ഞു. ആ സമയത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും വികസിക്കുമ്പോൾ കേരളത്തിൽ മാത്രം ഇതുപോലത്തെ ഒരു സ്വപ്ന പദ്ധതി നടപ്പാക്കരുത് എന്നുള്ള ഒരു ദാർഷ്ട്യത്തോടു കൂടി നിൽക്കുമ്പോൾ അതൊരു തെറ്റിദ്ധാരണ മൂലമാണ്. കേരളത്തിന് വികസിക്കാൻ ഇത് മാത്രമാണോ മുന്നിലുള്ള മാർഗം? ഇത്രയും പേരെ കുടിയൊഴിപ്പിച്ചിട്ട് അവർക്ക് എത്ര രൂപ നഷ്ടപരിഹാരം ലഭിക്കും? അക്കാര്യത്തിൽ ഒരു ഉറപ്പും നൽകാൻ കഴിയാതെ ഇങ്ങനെ ഒരു പദ്ധതി അടിച്ചേൽപ്പിക്കണോ? ഒരു ഉറപ്പുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി ആയാലും നമ്മുടെ മുഖ്യമന്ത്രി ആയാലും ഒക്കെ ഭരണപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നവരാ. അത് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മതിയായ എല്ലാവിധ നഷ്ടപരിഹാരങ്ങളും നൽകിക്കൊണ്ട് നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങളെയും കൂടി സഹകരിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലപ്പുറം ഒരു ഉറപ്പെന്താ വേണ്ടത്? കേരള സർക്കാരിന് ആ രീതിയിൽ ഇത്രയും പേരുടെ ആശങ്ക ദൂരീകരിക്കാൻ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും സാധിച്ചിട്ടുണ്ട് എന്നാണോ താങ്കൾ അവകാശപ്പെടുന്നത്? അതെ, ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഒക്കെ അർത്ഥം ആ പ്രതിഷേധങ്ങളൊക്കെ സ്ഥായിയായി നിൽക്കുന്ന പ്രതിഷേധങ്ങളല്ല.
ഇവിടെ അടുത്ത് തന്നെ നമുക്കറിയാലോ, ഈ വളാഞ്ചേരി മുതൽ പിന്നെ ഏകദേശം മൂന്നിയൂര് വരെയുള്ള ആ ഭാഗങ്ങളിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 2014 പൊതു തെരഞ്ഞെടുപ്പിൽ, 2019 തെരഞ്ഞെടുപ്പിലൊക്കെ പ്രധാനപ്പെട്ട പിന്നെ ഒരു സമരമാർഗമായിരുന്നു ആ കാര്യങ്ങൾ ഹൈവേയുമായി ബന്ധപ്പെട്ട്. നമ്മുടെ മുഖ്യമന്ത്രി കേന്ദ്രത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ചുകൊണ്ട് ഒരു തീർപ്പുണ്ടാക്കിയതിന്റെ ഫലമായി ആ ഭൂമിയൊക്കെ ഏറ്റെടുത്തല്ലോ. ഇത് നമുക്ക് പോകുമ്പോഴോ ആ നല്ല നഷ്ടപരിഹാരം കിട്ടിയ ഉടമകളൊക്കെ ചിരിക്കുന്നു. അതിൽ പോകുന്ന എനിക്കും നിങ്ങൾക്കുമാണ് ഒരു പക്ഷെ സങ്കടം വരിക. ഈ ബിൽഡിംഗ് ഒക്കെ പൊളിച്ചു പോയത്, 6 വരി പാത യാഥാർത്ഥ്യമാകാൻ പോകുന്നു. എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടായിരുന്നു, ആ എതിർപ്പുകളൊക്കെ ഇപ്പൊ എവിടെ? ആ എതിർപ്പുകളെല്ലാം പോയില്ലേ? ഒരു ക്ഷേത്രം പോലും പൊളിക്കുമെന്ന് പറഞ്ഞിട്ട് VK പടി എന്ന സ്ഥലത്ത് പോലീസ് ഫോഴ്സ് വരെ ഉപയോഗിക്കേണ്ടി വന്നില്ലേ? ആ ക്ഷേത്രം പൊളിച്ചില്ലല്ലോ, ഇന്നും ക്ഷേത്രമുണ്ടല്ലോ അവിടെ. അപ്പൊ തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ട് ഒരു പരിപാടി, ഒരു പദ്ധതി നിരുത്സാഹപ്പെടുത്തരുത് എന്നാണ് അഭിപ്രായം. കേരളത്തിൽ ഏത് വികസന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോഴും ഉയരുന്ന സ്വാഭാവികമായ പ്രതിഷേധങ്ങൾ മാത്രമാണ് ഇപ്പോഴും കേരളത്തിൽ ഉള്ളത്. അതെല്ലാം താൽക്കാലികം മാത്രമാണ്. അതിനപ്പുറം പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഈ ജനസഭയുടെ തുടക്കത്തിൽ പറയുന്നത്. മറ്റ് അതിഥികൾക്കും ഈ ആൾക്കൂട്ടത്തിനും എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇടവേളയിലേക്ക് പോകുന്നു, പെട്ടെന്ന് തിരിച്ചെത്താം. വീണ്ടും ജനസഭയിലേക്ക്. ശ്രീ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പദ്ധതിയുമായി മുന്നോട്ട് പോകും, പ്രതിഷേധങ്ങളൊക്കെ താൽക്കാലികം മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ ചർച്ചയുടെ തുടക്കത്തിൽ. യോജിക്കുന്നുണ്ടോ? ഒരു തരത്തിലും യോജിക്കുന്നില്ല. കാരണം കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട്. ഈ സിൽവർ ലൈൻ ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? 3.5 കോടി ജനങ്ങളിൽ എത്ര പേർക്കാണ് കാസർഗോഡ് നിന്നും 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തേണ്ടത്? അങ്ങനെ എത്തേണ്ട ആവശ്യമുള്ളത് മന്ത്രിമാരോ MLA മാരോ അല്ലാതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് ഈ 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡും തിരുവനന്തപുരത്ത് എത്തേണ്ടത്? അപ്പോൾ അതിന് പറയുന്ന മറുപടി മലബാറിലെ ക്യാൻസർ രോഗികൾക്ക് തിരുവനന്തപുരത്തെത്താൻ എളുപ്പമാർഗമാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇത്രയൊന്നും പൈസ വേണ്ട. ഈ 14 ജില്ലകളിലും ഇതിൻ്റെ 10-1 പൈസയുണ്ടെങ്കിൽ 14 ജില്ലകളിലും ക്യാൻസർ ആശുപത്രി ഉണ്ടാക്കിയാൽ മതിയല്ലോ. എന്തിനായി പാവപ്പെട്ട ക്യാൻസർ രോഗികളെ തിരുവനന്തപുരത്തേക്ക് ഓടിക്കുന്നത്? അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് BJP ഇതിനെ എതിർക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ കേരയിൽ വിരുദ്ധ സമിതി ഇതിനെ എതിർക്കുന്നത്? ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഒന്ന്, കേരളത്തിൻ്റെ ഭൂമി ശാസ്ത്രപരമായ ഭൂപ്രകൃതി ഇതിനനുകൂലമല്ല. ഒരുപാട് പാരിസ്ഥിതികമായ ദുരന്തങ്ങൾ വരുത്തി വെക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണിത്. ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് വെച്ച് ആ പ്രൊജക്റ്റ് DPRൽ കൃത്യമായി കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം. ആ DPR പുറത്തുവിട്ട സമയത്ത് തന്നെ അതിൽ സാമൂഹ്യാഘാത പഠനം നടത്തിയിട്ടുണ്ടായിരുന്നില്ല, പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയിട്ടുണ്ടായിരുന്നില്ല, സാമ്പത്തികമായി ലാഭകരമാണോ എന്നുള്ള പഠനം നടത്തിയിട്ടുണ്ടായിരുന്നില്ല, കേരളത്തിന് അനുയോജ്യമാണോ എന്നുള്ള പഠനവും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു പഠനവും നടത്താതെ, യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാതെ വിദേശ രാജ്യത്തിൽ നിന്നും കടമെടുത്തുകൊണ്ട് 65,000 കോടി രൂപ ചെലവാക്കി എന്തിനു വേണ്ടിയാണ് ഈ കേരയിൽ? ഇതിന് 65,000 കോടി രൂപയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. നീതി ആയോഗ് 1 ലക്ഷം കോടി എന്ന് പറയുന്നു. ഡോക്ടർ ശ്രീധരൻ സാറ് പറയുന്ന 1,22,000 കോടി രൂപ വേണം എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ചുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നു എന്നുള്ളത്. എവിടെ അനുകൂലിക്കുന്നത്? നമ്മൾ തിരുനാവായിൽ നിന്നുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. തിരുനാവായിലെ 203 കുടുംബങ്ങളാണ് അനാഥമാക്കപ്പെടുന്നത്. അതിൽ 1 സെന്റും 2 സെന്റും 3 സെന്റും ഭൂമിയുണ്ട്. CPMന്റെ നേതാക്കന്മാരടക്കമുള്ളവരുടെ ഭൂമി നഷ്ടപ്പെടുന്നുണ്ട്. ആ സമരത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അവിടെയുള്ള നാരായണി ചേച്ചി പറഞ്ഞു, ഞാൻ CPMകാരിയാണ്, ഓക്കെ, പക്ഷെ എനിക്ക് കേരളയിൽ വേണ്ട. എൻ്റെ കിടപ്പാടം, എൻ്റെ പൂർവികന്മാരെ അടക്കം ചെയ്ത മണ്ണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസനം എനിക്ക് വേണ്ട എന്ന് പറയുന്നു. താമരക്കായൽ പ്രശസ്തമാണ് തിരുനാവായ. ദക്ഷിണേന്ത്യയിലെ ഒട്ടുമുഖ ക്ഷേത്രങ്ങളിലേക്കും താമരപ്പൂ കൊണ്ടുപോകുന്ന ഗുരുവായൂരിലടക്കം ഈ തിരുനാവായിൽ നിന്നാണ്. താമരക്കായൽ ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ പാടശേഖരങ്ങൾ ഇല്ലാതാവുന്നു. ഒരു കാലത്ത് കേരളത്തിന്റെ സാംസ്കാരികമായ തലസ്ഥാനമാകേണ്ടിയിരുന്ന തിരുനാവായുടെ പ്രൗഢിയെല്ലാം നശിച്ചുകൊണ്ട് ഈ തിരുനാവായ 203 കുടുംബങ്ങളെ കണ്ണീരൊഴുക്കിക്കൊണ്ട്, അതും തിരുനാവായ വരെ ഒരു അലൈൻമെന്റ്, അതിനുശേഷം അലൈൻമെന്റ് മാറി നേരെ പാടശേഖരങ്ങളുടെ ജനങ്ങളുടെ അധിവാസ കേന്ദ്രങ്ങൾ മുന്നോട്ട് പോകുന്നു.
ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന ചോദ്യത്തിന് മറുപടി ഇല്ല. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഈ 203 കുടുംബങ്ങൾ ഇവർക്ക് നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല. ഞാൻ പറയാം. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു ഇരട്ടി വില കൊടുക്കുമെന്ന്. ഏതിന്റെ ഇരട്ടി വില കൊടുക്കുക? നമുക്കറിയാം, നമ്മുടെ ഭൂമി ഒരു സമയത്ത് ഭൂമി ആധാരം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ സർക്കാർ നിശ്ചയിച്ചൊരു വിലയുണ്ട്. അതിന്റെ ഇരട്ടിയാണോ കൊടുക്കുക? കമ്പോള വിലയുണ്ട്, കമ്പോള വിലയുടെ ഇരട്ടിയാണോ കൊടുക്കുക? സർക്കാർ നിശ്ചയിച്ച വിലയുടെ ഇരട്ടിയാണ് കൊടുക്കുന്നതെങ്കിൽ അവർ സാധാരണയായി കമ്പോള വിലയിൽ വിൽക്കുന്നതിന്റെ 1/5 വില പോലും കിട്ടാൻ പോകുന്നില്ല എന്ന കാര്യമാണ് യാഥാർത്ഥ്യം. മാത്രവുമല്ല, നേരത്തെ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് LDFന്റെ പ്രതിനിധി പറഞ്ഞു, ദേശീയപാത വികസനത്തിന്റെ അപ്പോസ്തലൻ എന്ന് പറയുന്ന അതിന്റെ നേതൃത്വം നൽകിയത് നിതിൻ ഗഡ്കരിയാണ്. ഭൂമി ഏറ്റെടുക്കാനുള്ള പണം മുഴുവൻ നൽകിയത് കേന്ദ്ര ഗവൺമെന്റാണ്. ആ ഭൂമി ഏറ്റെടുത്ത ശേഷം അവിടെ റോഡ് സൈഡിലുണ്ടായിരുന്ന ബിൽഡിങ്ങുകൾക്ക് കേരളത്തിലെ ഗവൺമെന്റ് 2 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ കൊടുത്തിട്ടില്ല. അവിടെ ജോലി ചെയ്യുന്നവർക്ക് 36,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ആ പണവും കൊടുത്തിട്ടില്ല. എന്നാൽ കേന്ദ്രം നൽകാമെന്ന് പറഞ്ഞിരുന്ന കടയുടമകൾക്ക് 75,000 രൂപയും അതുപോലെ തന്നെ ഉടമസ്ഥന്മാർക്ക് നൽകുന്ന പൊന്നും വിലയും 5 ഇരട്ടി വിലയും നൽകി കഴിഞ്ഞു. ഇവിടെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത്. ഇത് വിശ്വാസയോഗ്യമല്ല. ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കേരയിൽ എന്ന് പറയുന്ന പദ്ധതി ജനങ്ങൾക്ക് വേണ്ടാത്ത പദ്ധതി, കേന്ദ്രത്തിന്റെ അനുമതി പോലും ഇത് ലഭിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം തെറ്റിദ്ധരിപ്പിക്കുക. വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ആമുഖമായി അത്രയും കാര്യങ്ങൾ പറയുന്നു. ഡോക്ടർ എസലീന, പദ്ധതി എതിർക്കാൻ സമരസമിതിക്ക് നിരവധി കാരണങ്ങളുണ്ട്. എങ്കിലും ഏറ്റവും പ്രധാനമായി നിങ്ങൾ എന്തുകൊണ്ട് ഈ പദ്ധതി വേണ്ട എന്ന് പറയുന്നു? തുടക്കത്തിൽ 3 മിനിറ്റിൽ വിശദീകരിക്കാം. ഈ പദ്ധതി കേരളത്തെ പാരിസ്ഥിതികമായും സാമ്പത്തികമായും സാമൂഹികമായും നശിപ്പിക്കും എന്നുള്ളത് വളരെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന DPRന്റെ അടിസ്ഥാനത്തിൽ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്തുകൊണ്ടാണ് സമരസമിതി ഈ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. തിരുനാവായയിൽ നിന്നുകൊണ്ട് ഈ വിഷയം പറയുമ്പോൾ, കഴിഞ്ഞ മാസം ഇവിടെ കല്ലിടാൻ വേണ്ടി വലിയ പോലീസ് സേനയുമായി വന്നിട്ട് 10,000-ഓളം ജനങ്ങൾ ഇറങ്ങിച്ചെന്ന് അതിനെ പ്രതിരോധിച്ച് ഇവിടെ കല്ലിടൽ നടത്താൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വന്നൊരു മണ്ണാണിത്. ഇവിടെ സൗത്ത് പല്ലാറിലേക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ മാസം മുതൽ പ്രവർത്തിക്കുന്ന ഒരു സമര പന്തൽ കാണാം. ഈ നാടിനെ സിൽവർ ലൈൻ പ്രോജക്റ്റ് തകർക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രദേശത്തെ ആബാലവൃന്ദം ജനങ്ങൾ സമരം ചെയ്ത് സ്ഥാപിച്ചെടുത്ത പന്തലാണത്. ഈ പ്രദേശത്തെ പാരിസ്ഥിതികമായി ഈ പദ്ധതി നശിപ്പിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് താമര സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ താമര കൃഷിയുടെ കാര്യം പറഞ്ഞു, നെൽപ്പാടങ്ങളുടെ കാര്യം പറഞ്ഞു. നിരവധി ദേശാടന കിളികളുടെ ആവാസ വ്യവസ്ഥ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത്. പക്ഷികളുടെ ദേശാടന കിളികൾ സ്ഥിരമായി ഇവിടെ വരാറുള്ള സ്ഥലമാണ്. ഇതുപോലെയുള്ള സംവിധാനങ്ങൾ നഷ്ടപ്പെടും. സ്വാഭാവികമായ നീരൊഴുക്ക് തടയപ്പെടും. ഇവിടെ ഒരു ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ, ഒരു ചെറിയ മരം വീണ് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലമാണ്. സൗത്ത് പല്ലാറും തിരുത്തിയും ഒക്കെ തുരുത്തുപോലെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ പ്രളയം, വെള്ളപ്പൊക്കം ഒക്കെ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. അവിടെയാണ് നിർമ്മാണ വേളയിൽ തന്നെ പ്രളയം ഉണ്ടാകും, വെള്ളപ്പൊക്കം ഉണ്ടാകും, ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും എന്നൊക്കെ DPRൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി 200 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വരുന്നത്. ഈ 200 കുടുംബങ്ങൾ കൂടാതെ ബഫർ സോണിൽ പെടുന്ന ആളുകളുണ്ട്. ഇവിടെ വരുമ്പോൾ അലൈൻമെന്റ് മാറുകയാണ്. കാസർഗോഡ് മുതൽ തിരൂർ വരെ റെയിൽവേക്ക്, ഇന്ത്യൻ റെയിൽവേക്ക് പാരലലായി വരുന്ന അലൈൻമെന്റ് ഇവിടെ വെച്ചാണ് ഡൈവേർജ് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ പെട്ടുപോകുന്ന ആളുകളുണ്ട്. 10-60 കുടുംബങ്ങളുണ്ട്. അവർക്ക് ആ ഭൂമിയിൽ കൊണ്ട് ഒരു പ്രയോജനവുമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അപ്പൊ കേരളത്തിലെ ബഫർ സോണിന്റെ പരിധിയിൽ വരുന്നുണ്ടോ? ബഫർ സോണിന്റെ പരിധിയിൽ വരുന്നത് മാത്രമല്ല, ഇന്ത്യൻ റെയിൽവേക്കും ഈ സിൽവർ ലൈനിന്റെ അലൈൻമെന്റിനെയും ഇടയിൽ പെട്ടുപോകുന്ന 10-60ഓളം കുടുംബങ്ങൾ സൗത്ത് പല്ലാർ മേഖലയിൽ മാത്രമുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ഭൂമി കൊണ്ട് പിന്നെ ഒന്നും പ്രയോജനമില്ലാത്ത സാഹചര്യം വരും. മാത്രമല്ല, ഈ പദ്ധതി തിരുനാവായ പഞ്ചായത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള വിധത്തിലാണ് ഇതിന്റെ പരിസ്ഥിതി കിടക്കുന്നത്. ഇതിന്റെ പാരിസ്ഥിതികമായ ഘടന അതാണ്. അപ്പോൾ ആ വിധത്തിൽ ഈ പദ്ധതി ഈ പ്രദേശത്തെ നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജനങ്ങൾ ഒന്നടങ്കം, അത് കുടിയൊഴിപ്പിക്കപ്പെടാൻ വേണ്ടി പോകുന്ന 203 കുടുംബങ്ങൾ മാത്രമല്ല, ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും സമര രംഗത്തേക്ക് വരികയും കേരളിന്റെ കല്ലിടൽ പ്രക്രിയ നടത്താൻ അനുവദിക്കാതെ ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥരെയും പോലീസ് സംഘത്തെയും തിരിച്ചയക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. കേരളത്തിന്റെ സാംസ്കാരിക സമ്പത്ത്, സാംസ്കാരിക ചരിത്രത്തിൽ നിർണായകമായ ഇടം കുറിക്കുന്ന ഒരു ഗ്രാമം തന്നെ ഒരുപക്ഷെ ഇല്ലാതായേക്കാം. പദ്ധതി വലിയ വിനാശം വരുത്തി വെക്കും എന്നാണ് അലീനയും പറയുന്നത്. ഇനി ജനങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇവരോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്താണ്? നിങ്ങളുടെ ആശങ്കകൾ എന്താണ്? ആദ്യ ചോദ്യം ആര് ചോദിക്കുന്നു? ചോദിച്ചോളൂ. എഴുന്നേറ്റ് ചോദിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം തന്നെ ഈ മെട്രോ ഒരു ദിവസം
1 കോടി രൂപ നഷ്ടത്തിലാണെന്നാണ് എന്താണ് പത്രത്തിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഈ എന്താണ് 2025 കൂടിയിട്ട് ഈ സിൽവർ ലൈൻ എന്താണ് നിർമ്മാണം പൂർത്തിയാക്കിയാൽ മാത്രമേ ഇത് ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റൂ. ഇപ്പോൾ വരുന്ന കണക്കുകൾ അനുസരിച്ച് മിനിമം ഒരു 6-7 വർഷം പിടിക്കും ഇത്. അപ്പോൾ ഈ പദ്ധതി എങ്ങനെയാണ് ഇത് ശരിക്കും ലാഭത്തിലാക്കാൻ പറ്റുക? യെസ്, പദ്ധതി ലാഭകരമാകും എന്ന പ്രതീക്ഷയുണ്ടോ? ഇതിൻ്റെ ഒരു തിരിച്ചടവ് ഏത് രീതിയിലായിരിക്കും? കൊച്ചി മെട്രോ പോലും കൊച്ചി മെട്രോ തുടങ്ങുമ്പോഴും ഈ രീതിയിലുള്ള കണക്കുകളൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു, പക്ഷേ വലിയ നഷ്ടമാണ് സംഭവിച്ചത്. നമ്മൾ ഈ പദ്ധതിയെ കാണുന്ന ഒരു സർവീസ് മോട്ടീവാണല്ലോ, പ്രോഫിറ്റ് മോട്ടീവല്ല. സർക്കാരിൻ്റെ എല്ലാ സംരംഭങ്ങളും നമ്മൾ ലാഭം നോക്കി നടത്തുന്ന പരിപാടികളല്ല. ഇപ്പം നമ്മൾ വിമാനത്താവളങ്ങൾ, വിമാനം നടക്കുന്നു, അതുപോലെ ട്രെയിന്, KSRTC, KSEB അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നഷ്ടത്തിലായിരിക്കും. പക്ഷെ അതല്ലല്ലോ, ജനങ്ങൾക്ക് സേവനം നൽകുക, ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ പ്രദാനം ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു സർക്കാരിന്റെ കടമ. അങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ ലാഭനഷ്ട കണക്ക് ഭൂരിപക്ഷം ജനങ്ങൾക്കും പ്രയോജനകരമാണോ ഈ പദ്ധതി? കേരളത്തിൽ താമസിക്കുന്ന ഭൂരിപക്ഷം ജനങ്ങൾ ഇതേ വാദങ്ങൾ ഉണ്ടായിരുന്നു കരിപ്പൂർ വിമാനത്താവളം വന്നപ്പോൾ. ഇത് കുറച്ച് ആളുകൾക്ക് ദുബായി പണിയെടുക്കാൻ പോകാതെ എനിക്കും നിങ്ങൾക്കും എന്താ എന്ന് ചോദിച്ചവിടെ ഉണ്ട്. പക്ഷെ ഇന്ന് അത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ പോലും കരിപ്പൂർ വിമാനത്താവളം ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഒരു വസ്തുതയാണ്. എതിർപ്പുകൾ ഉണ്ടാകും. ആ എതിർപ്പുകളെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. എതിർപ്പുകാരോട് യാതൊരു ശത്രുതയും ഗവൺമെന്റിനില്ല. എതിർപ്പുകാരുമായി ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഭരണകൂടത്തിന്റെ ഇടപെടൽ. അത് വല്ലവരുടെയും ശരീരഭാഷ നമ്മൾ കാണുന്നുണ്ടല്ലോ, ടെലിവിഷനിൽ കാണുന്നുണ്ടല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ജനങ്ങളെ മുന്നിൽ നിർത്തി ജനപക്ഷത്തോടു കൂടിയ പരിപാടി നടക്കും. അങ്ങനെ ഒരു സംസാരിക്കാൻ ഒരു സ്പേസ് കിട്ടുന്നില്ലല്ലോ. അത് സ്പേസ് ഉണ്ടാവും. എവിടെ ഈ പൗരപ്രമുഖരുമായി സംസാരിച്ചാൽ മാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങി വരും. ഇവിടെ തന്നെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മലീനയും പറഞ്ഞല്ലോ, 203 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുമെന്ന് പറയുന്നു. ഈ 203 കുടുംബങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾക്ക് സാധിച്ചിട്ടുണ്ടോ? മാഷ് തയ്യാറാവും. 203 കുടുംബമല്ല, ഒരു കുടുംബത്തിനെ പോലും കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് ഇത് പോകണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. വരില്ല. അതെ അതെ, വലിയ ആശങ്കയിലാണ്. നമുക്കൊരു പദ്ധതി കൊണ്ടുപോകുമ്പോൾ അതിനുണ്ടാകുന്ന ഇരകള് അല്ലെങ്കിൽ അതിന് നഷ്ടം സംഭവിക്കുന്നവർക്ക് അവർക്ക് മാന്യമായ ഒരു പാക്കേജ് പ്രഖ്യാപിക്കലാണ് അതിന്റെ പ്രധാന ഘടകം. ആ പാക്കേജ് ഈ വിപണി വിലയുടെ 4 ഇരട്ടിയാണ്. അല്ലല്ല, അതെല്ലാം വെറുതെ പറയുന്നതാ. പറഞ്ഞിട്ടില്ല എത്ര കൊടുക്കാന്നുള്ളത്. മുഖ്യമന്ത്രി പറയട്ടെ, എന്നാൽ വിപണി വിലയുടെ മാർക്കറ്റ് വിലയുടെ 4 ഇരട്ടിയാണ് കൊടുക്കുക. 13,000 ഈ 60,000 കോടിയിൽ 13,000 കോടി രൂപ നമ്മുടെ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി വെച്ചിട്ട് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ്. 13,000 കോടിയിൽ ഞാൻ പറയട്ടെ മാഷേ, 4,460 കോടി രൂപ വീട് നഷ്ടപ്പെട്ടവർക്കാണ്. 50,000 ആ പണം കൊണ്ട് തികയില്ല സാറേ. അങ്ങനെ തികയാതെ വരുമ്പോഴാണല്ലോ നമ്മളെ ഇപ്പൊ ഒരു പദ്ധതി മാഷക്കറിയാമല്ലോ, ഒരു പദ്ധതി നമ്മളിപ്പോ ഒരു പാലം ചമരവട്ടത്തൊരു പാലം ഉണ്ടാക്കുന്നു. അത് പദ്ധതി അതിന്റെ പ്രോജക്ട് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കുന്ന കാലത്തുണ്ടാവുന്നതല്ല, 4 കൊല്ലം കഴിഞ്ഞാൽ വരിക. 10-15% ഇതിന്റെ കൂടി വരും. ഇപ്പൊ DPR അനുസരിച്ച് ഇതിന് 60,000 കോടിയാണെങ്കിൽ ഇതിന്റെ പദ്ധതി കഴിയുമ്പോഴേക്ക് 60,000 കോടിയിൽ അധികം വരും. ആ തുക കണ്ടെത്തും ഈ ഗവൺമെന്റ്. ഇച്ഛാശക്തിയോട് കൂടിയാ പോകുന്നത്. അറിയാമല്ലോ, ഇത്രയും ഭീകരമായ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെക്കേണ്ടതുണ്ടോ? പിറന്നു വീഴാൻ പോകുന്ന ഓരോ കുട്ടികളും അതിന്റെ കടക്കാരായി മാറുകയാണ്. അങ്ങനെ നമ്മൾ ആലോചിച്ചാൽ ഈ നാട്ടിൽ ഒരു വികസനവും ഉണ്ടാവില്ല. ഇത് ലാഭത്തിൽ ഓടാൻ പോകുന്ന ഒരു സ്ഥാപനമല്ല, ഒരു സർവീസ് സെക്ടറിലുള്ള ഒരു സംവിധാനമാണ് എന്ന് പറയുന്നു. എന്തടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? ഇതൊരു സർക്കാർ സംവിധാനമാണോ? അല്ല. കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും പാർട്ട്ണർഷിപ്പ് ഉള്ള കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു ലിമിറ്റഡ് കമ്പനിയാണ് കേരയിൽ. ഇത് നാട്ടുകാരന്റെ പൊതുഖജനാവിലെ പണം എടുത്തുകൊണ്ട് സാധാരണക്കാരന്റെ സർവീസ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സർക്കാർ സംവിധാനമല്ല. അലീന, ഇവിടെ ഈ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന KSRTCയെ പോലും ലാഭകരമാക്കാൻ സർക്കാർ സാധിച്ചിട്ടില്ല. ലാഭകരമാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അകാല ചരമോടയാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. പെൻഷൻ കൊടുക്കുന്നില്ല, ശമ്പളം കൊടുക്കുന്നില്ല, ഷെഡ്യൂളുകൾ വെട്ടിക്കുറയ്ക്കുന്നു. ഈ വിധത്തിൽ KSRTCയെ കൊല്ലാനിട്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഇതിന്റെ DPRൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ സിൽവർ ലൈൻ ലാഭത്തിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റോഡുകൾ, സംസ്ഥാന പാതകൾ, ദേശീയ പാതകൾ അത് ചുങ്കപ്പാതകളാക്കിക്കൊണ്ട് നമ്മളുടെ നിലനിൽക്കുന്ന യാത്രാ സംവിധാനങ്ങൾ ചെലവേറിയതാക്കി മാറ്റണം. എങ്കിലേ ആളുകൾ സിൽവർ ലൈനിലേക്ക് കയറുകയുള്ളൂ. ഇന്ത്യൻ റെയിൽവേ നിരക്ക് വർദ്ധിപ്പിച്ച് ചെലവേറിയതാക്കി മാറ്റണം. അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, സാധാരണക്കാരന് ആശ്രയമായിക്കൊണ്ടിരിക്കുന്ന യാത്രാ സംവിധാനങ്ങൾ ചെലവേറിയതാക്കിക്കൊണ്ട് സിൽവർ ലൈനിലേക്ക് ആളെ പിടിക്കണം എന്നൊരു DPR. അതിന്റെ ഭാരമൊക്കെ സാധാരണക്കാർക്ക് മീതെയാണ് വന്നു ചേരുന്നത്. ആ സാധാരണക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അടുത്ത ചോദ്യം ചോദിക്കും.
അവിടെ പിറകിൽ നിൽക്കുന്നവർക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ. അവിടെ ഈ രണ്ട് റോഡിൽ മൂന്ന് നിൽക്കുന്നവർക്ക് പേരോട് ഇങ്ങോട്ട് വരാം. കേരളം പറയുന്നു കേരളയിൽ കുറ്റമായിട്ട് മുന്നോട്ട് പോകുന്നു. കേന്ദ്രത്തിന് ഇത് കറക്റ്റായിട്ടുള്ള ഒരു ഉറപ്പ് കിട്ടിയിട്ട് ആണോ ഇത് നടന്നുകൊണ്ട് പോകുന്നത് എന്നുള്ളത് മാഷോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. യെസ്, വി ഉണ്ണികൃഷ്ണൻ മാസ്റ്ററോടാണ് ചോദ്യം. കേന്ദ്രം ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ? ഒരു കാര്യം വളരെ അസന്നിഗ്ധമായി, കേരളവുമായി ബന്ധപ്പെട്ട ഭൂമി നഷ്ടപ്പെട്ട ഇരകളോട് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ പറയുന്നു, കേന്ദ്രം ഇതിന് ഇതുവരെ ഒരു തരത്തിലും അനുമതി നൽകിയിട്ടില്ല. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ പോയ ദിവസം അദ്ദേഹം കണ്ടതിന് ശേഷം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പ്രധാനമന്ത്രി ഇതിന് അനുകൂലമായ നിലപാടെടുത്തു എന്നുള്ളതാണ്. ഇതിന് തീരുമാനമെടുക്കേണ്ട റെയിൽവേ മന്ത്രിയാണ്. അന്ന് വൈകുന്നേരം തന്നെ രാജ്യസഭയിൽ കേരളത്തിൽ നിന്നുള്ള MP ചോദ്യത്തിന് വളരെ കൃത്യമായി തന്നെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു, ഒരു തരത്തിലും കേന്ദ്ര ഗവൺമെന്റ് ഇതിന് അനുമതി കൊടുത്തിട്ടില്ല. 1000 കോടി രൂപയിലധികം ചെലവ് വരുന്ന ഒരു പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് മുൻകൂർ അനുമതി വാങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു തരത്തിൽ അനുമതി നൽകാതെ കേന്ദ്ര ഗവൺമെന്റ് അനുമതി ഇല്ലാത്തൊരു പദ്ധതി എങ്ങനെയാണ് കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമല്ല. മാത്രവുമല്ല, ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നും 35,000 കോടി രൂപ കടമെടുക്കുന്നു. ഇദ്ദേഹം നേരത്തെ പറഞ്ഞ സർവീസാണെന്ന്. എന്ത് സർവീസാ അത്? 35,000 കോടി ജപ്പാനിൽ നിന്നും കടമെടുത്ത് ആ കട മുഴുവൻ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് എന്ത് സർവീസാണ് നൽകാൻ പോകുന്നത്? ഇപ്പൊ തന്നെ ഇന്നലത്തെ കണ്ടല്ലോ 5,000 കോടി രൂപ കടമെടുക്കുന്നു. 3.5 ലക്ഷം കോടി രൂപ കടത്തിലാണ്. പിറന്നു വീഴുന്നവർ പോലും 1 ലക്ഷം കോടി കടത്തിലാണ്. അതിദാരിദ്ര്യം പേർന്ന സംസ്ഥാനം. മുഖ്യമന്ത്രി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ ഉടനെ അദ്ദേഹം ആദ്യം ഉപയോഗിച്ച വാക്കെന്താണെന്നറിയോ? കേരളത്തിൽ അതിദാരിദ്ര്യം മാറ്റും. LDFും UDFും മാറി മാറി ഭരിച്ച് അതിദാരിദ്ര്യം പേർന്ന അട്ടപ്പാടിയിൽ ശിശുക്കൾ മരിച്ചു വീഴുന്ന ഒരു ചാൺ ബ്രെഡിന് വേണ്ടി ബ്രെഡ് മോഷ്ടിച്ചപ്പോൾ പട്ടിണി കിടന്ന് അവനെ തല്ലിക്കൊല്ലുന്ന കേരളത്തില്, KSRTC നേരത്തെ സൂചിപ്പിച്ചാൽ മര്യാദ കൊണ്ടുനടക്കാൻ പറ്റാത്ത കേരളത്തില് ആരെ ബോധിപ്പിക്കാനാണിത്? ആർക്ക് വേണ്ടിയാണിത്? ആ ചോദ്യം ആർക്ക് വേണ്ടിയാണ്? കേരളയിൽ 4 മണിക്കൂർ കൊണ്ട് ആർക്കെത്തണം? ഏത് പദ്ധതി വേണ്ടിയാണ്? അതുകൊണ്ടാണ് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഒരു തരത്തിലും അനുവദിക്കില്ല. കേരളത്തിലെ രണ്ടായി പിളർക്കുന്ന, കേരളത്തിന്റെ പരിസ്ഥിതിയെ തകർക്കുന്ന ഒരു പ്രളയം വന്നാൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്ന 4 ജില്ലയാണ് തകരുക എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കേരളയിൽ വന്ന 2 ഭാഗത്തും വൻമതിലുണ്ടായാൽ കേരളത്തിന്റെ ഭൂപ്രകൃതി നമുക്കറിയാം. കിഴക്ക് നിന്നും പടിഞ്ഞാട്ട് ചെരിഞ്ഞാണ്. അങ്ങനെ ഒരു പ്രളയം ഉണ്ടാൽ കേരളം മുഴുവൻ വെള്ളത്തിലാക്കുന്ന കേരളത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. 3.5 കോടി ജനതയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. BJP അതിന്റെ കൂടെ നിൽക്കാൻ കേന്ദ്രം ഒരു കാരണവശാലും ഇതിന് അനുമതി നൽകാൻ പോകുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ TN ശിവശങ്കരൻ, ഇവിടെ നേരത്തെ ഇവർ രണ്ടുപേരും സൂചിപ്പിച്ച ഒരു വിഷയം, ഈ പ്രദേശത്തെ ഈ താമര കൃഷി ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലേക്കൊക്കെ, ഗുരുവായൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെ താമര പൂക്കൾ ഇവിടെ നിന്നാണ് കൃഷി ചെയ്ത് കൊണ്ടുപോകുന്നത്. അത് അപ്പാടെ നശിച്ചു പോകും, തകർന്നു പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വാദമുണ്ടോ? സാധ്യതയുണ്ടോ അതിന്? അത് എൻ്റെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മാഷ് അത് തെറ്റിദ്ധരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ തിരുനാവായിൽ ഞാൻ മനസ്സിലാക്കിയതും ആ അലൈൻമെന്റിലുള്ളതും ഈ റെയിൽവേ ലൈനിന്റെ ഇപ്പോൾ നിലവിലുള്ള റെയിൽവേ ലൈനിന്റെ പടിഞ്ഞാറ് വശത്തു കൂടിയാണ് ഈ പുതിയ പ്രപ്പോസൽ ലൈൻ പോകുന്നത്. ഇത് വട്ടംകുളം തവനൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞ ഒറ്റ ചോദ്യം, ഇതിലെ സ്ഥലമെടുപ്പിന്റെ ഏത് സ്ഥലത്തു കൂടിയാണ് ഇത് പോകുന്നതെന്ന് തീർച്ചയായി കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നടന്ന സാമൂഹ്യ ആഘാത പഠനമല്ലേ കൃത്യമായി ഏതൊക്കെ ഭാഗങ്ങളാണ് നഷ്ടപ്പെടുക എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇപ്പോഴത്തെ അറ്റ് പ്രസന്റ് അലൈൻമെന്റാണ് ഞാൻ പറയുന്നത്. അതിന് മാറ്റം വരാൻ സാധ്യതയുണ്ടോ? ഈ സാമൂഹ്യാഘാത പഠനത്തിന് ശേഷം അതിന് മാറ്റം വരാൻ സാധ്യതയുണ്ടോ? സ്വാഭാവികമായിട്ടും മാറ്റം, ആവശ്യമുള്ളവർക്ക് മാറ്റം വരും. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കല്ല് ഇട്ടു എന്ന് കരുതിയിട്ട് ഇതിലെ റെയിൽവേ ലൈൻ പോയിക്കൊള്ളാമെന്നില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഇവിടെ വട്ടക്കുളം തവനൂർ ഭാഗത്ത് നിന്ന് വന്നിട്ട് തിരുനാവായുടെ റെയിൽവേ നിലവിലുള്ള റെയിൽവേ ലൈനിന്റെ പടിഞ്ഞാറ് വശത്ത് കൂടി പോകുമ്പോൾ ഇവിടെ താമരപ്പാടം ഇല്ലല്ലോ. പിന്നെ ഏത് താമരപ്പാടാണ്? വെറുതെ പറയല്ലേ. അലൈൻമെന്റിൽ മാറ്റം വന്നാൽ മാത്രമേ അങ്ങനെ സാധ്യതയുള്ളൂ. നിങ്ങൾ ബഹുമാനപ്പെട്ട മാഷ് പിന്നെ ഇപ്പോഴത്തെ നെറ്റിൽ നമ്മളെ അലൈൻമെന്റ് നോക്കണം. അവിടെ ആ സുഹൃത്ത് ചോദിക്കും. താമരക്കായൽ ഇല്ല എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. കാരണം സൗത്ത് പല്ലാറിലൊക്കെ താമരക്കായലുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം താമര സമരം നടന്നത് താമരക്കായലിന്റെ തൊട്ടടുത്ത് വെച്ചാണ്. അപ്പോൾ അത് വസ്തുതാവിരുദ്ധമാണ്. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, സാർ ഒരു ഇടതുപക്ഷക്കാരനാണ്. ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഇപ്പോൾ റോഡ്, ഇപ്പോൾ അലീന പറഞ്ഞു, ഇവിടെ DPRൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, നമ്മളുടെ സ്റ്റേറ്റ് ഹൈവേയും ദേശീയപാതയും ചുങ്കപ്പാതയാക്കിയാൽ മാത്രമേ സിൽവർ ലൈനിലേക്ക് ആളെ കിട്ടൂ എന്ന് പറയും. അപ്പൊ റോഡ് സ്വകാര്യവൽക്കരണം, ചുങ്കം പിരിക്കുന്ന ഒരു പാതയാക്കുന്ന ഒരു റെയിൽ വരുമ്പോൾ അതിനെ അനുകൂലിക്കുന്നത് എങ്ങനെയാണ്? വിദേശ വായ്പ ADBയിൽ നിന്നും അതുപോലെ JKയിൽ നിന്നൊക്കെ വിദേശ വായ്പ വാങ്ങുന്ന ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഇത്രയും ശക്തമായിട്ട് വാദിക്കുന്നത്? ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടിന് വിരുദ്ധമല്ലേ ഇത്? നല്ല ചോദ്യമാണ്. ശിവശങ്കർ മറുപടി. നമ്മളൊരു വികസനം കൊണ്ടുവരാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കയ്യിൽ പണമില്ലെങ്കിൽ
പണം കണ്ടെത്താനുള്ള മാർഗങ്ങൾ നമ്മൾ നേടും. അതിന് വിദേശത്ത് നിന്ന് അതിൻ്റെ സാമ്പത്തിക സഹായം കടമായി വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ അഭിപ്രായം, ഭരണമുന്നണിയുടെ അഭിപ്രായവും. സമരം നടത്തിയൊക്കെ അതെ അതെ ആ നയമൊക്കെ മാറ്റി വെച്ചു. ഇടതുപക്ഷത്തിന്റെ ആ നയത്തിലൊക്കെ മാറ്റം വരുത്തിയാണ് നിലപാടാണ് പറയുന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പണം സ്വരൂപിക്കുന്നതിൽ തെറ്റില്ല. അവിടെ ഇടതുപക്ഷത്തിന്റെ നയത്തിൽ കാര്യമായ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടോ മാറിയോ എന്നുള്ളതല്ല. നയം പ്രധാനമല്ല. ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടി, ജന സൗകര്യത്തിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി ഏത് കോണിൽ നിന്നും സഹായധനം സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഇത് സർവീസ് എന്നുള്ളത് നേരത്തെ പറഞ്ഞു. പക്ഷെ അതിനുവേണ്ടി ഇത്രയും ഭീകരമായ ഒരു സാമ്പത്തിക ബാധ്യത എടുത്തു വെക്കേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം. പിന്നെ ഈ ചുങ്കം ഇതേപോലെ തന്നെയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനത്തിലും ഇതേപോലെ റെയിൽവേ ഡെവലപ്മെന്റിന് വരുത്തുന്നത്. നിങ്ങൾ സമരത്തിലാണ്. സിപിഐഎം ബുള്ളറ്റ് ട്രെയിനിനെതിരെ സമരത്തിലാണ്. ഇവിടെ നിങ്ങൾ ആ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ജനങ്ങളാണ് സമരത്തിൽ, അവിടെ നിങ്ങളാണ് സമരത്തിൽ. അതാണ് വ്യത്യാസം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അങ്ങനെ ഒരു തർക്കമോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. സിൽവർ ലൈനിന്റെ കാര്യത്തിൽ പോലും സിപിഐക്ക് എതിർപ്പുണ്ട്, സിപിഐ അനുകൂലമല്ല. പിണറായി വിജയനെ പേടിച്ച് മിണ്ടാതിരിക്കുകയാണെന്ന് പറഞ്ഞാലല്ല. പിണറായി വിജയനെ പേടിക്കേണ്ട ആവശ്യം സിപിഐക്കും ഇല്ല, ഒരു ഘടകകക്ഷിക്കും ഇല്ല. അതിന്റെ ആവശ്യമല്ലല്ലോ. പിണറായി വിജയൻ എടുത്ത നിലപാടുകൾ ശരിക്കുന്ന കുറ്റി പോലും ആരുടെ എന്നുള്ള തർക്കത്തിലാ. കേരളയിൽ പറയുന്നത് എന്റെ കുറ്റിയാണെന്ന്, അതിനെങ്കിലും കൃത്യമായ ഒരു ഉത്തരം നൽകാൻ സാധിക്കുമോ? ഇത് ഈ കുറ്റി അടിക്കാൻ ആരാണ് അനുമതി നൽകിയത്? അത്തരം കാര്യങ്ങളൊക്കെ വെറുതെ രാഷ്ട്രീയമായി പറയൂ. മാഷ് പറയൂ, ഞങ്ങൾ കേൾക്കാം. കുറ്റി അടിക്കാൻ ആരാണ് അനുമതി നൽകിയത്? പിണറായി വിജയനോട് ചോദിച്ചാൽ പോലും കൃത്യമായ ഉത്തരം കിട്ടുന്നില്ല. ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്ത് ഈ അലൈൻമെന്റ് പോകുന്ന സ്ഥലത്ത് കുറ്റി ഇടാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിക്ക് കരാർ കൊടുത്തതാണ്. അവരാണല്ലോ നിർവഹിക്കുന്നത്. അവരല്ലെന്ന് പറയുന്നു. അവരല്ല എന്നൊന്നും പറയില്ല, അതെല്ലാം വെറുതെ പറയുന്നത്. റവന്യൂ വകുപ്പിന് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? നോ. ആ കല്ലിട്ട് പോയതിനു ശേഷം ആ കല്ല് നോക്കിയിട്ടാണ് നമ്മളെ ഈ അലൈൻമെന്റിൽ മാറ്റം വരുത്തണോ മറ്റുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത്. അപ്പോ എന്ത് മാറ്റവും പ്രതീക്ഷിക്കാം. മാറ്റം സ്വാഭാവികമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൂടുതൽ സമരത്തിലേക്ക് ജനങ്ങൾ പോകേണ്ടി വരും എന്ന് സമരം ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. പക്ഷേ സമരം ചെയ്യുന്നവരെ നമ്മൾ ബോധ്യപ്പെടുത്തും വസ്തുതകൾ. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഈ 203 കുടുംബങ്ങളെയെങ്കിലും ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇതുപോലെ എത്രയോ സമരങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമരങ്ങളിൽ ഇടതുപക്ഷം തന്നെ നയിച്ച സമരങ്ങളുണ്ട്. പക്ഷേ ഇടതുപക്ഷം തന്നെ നയിച്ച സമരങ്ങളുണ്ട്. ആ സമരഗാഥകളൊക്കെ മറന്നാണ് ഇപ്പോൾ ഇടതുപക്ഷം ഈ കുത്തക പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് പ്രശ്നം. അവസാനം ബലം ആ സമരത്തിന്റെ നിങ്ങൾ നോക്കണം. ബാങ്ക് വായ്പ പോലും നിഷേധിക്കപ്പെടുന്നു. ഒരിക്കലും ഉണ്ടാവില്ല. അതെല്ലാം വെറുതെ പറയുന്ന ബാങ്ക് വായ്പ നിഷേധിക്കുന്നൊക്കെ. ശരി, അടുത്ത ചോദ്യം പെട്ടെന്ന്. എനിക്ക് ചോദിക്കാനുള്ളത് ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററോടാണ്. താങ്കൾ ആദ്യം തന്നെ പറഞ്ഞു ഇവിടെ കേരളം കടക്കണിയിലാണെന്ന്. എന്നാൽ നീതി ആയോഗിന്റെ സർവേ പ്രകാരം കേരളം 1-ാം നമ്പറാണെന്ന് ആദ്യം ഞാൻ ആമുഖത്തിൽ പറയാം. കടത്തിന്റെ കാര്യത്തിലല്ല, ഇവിടുത്തെ ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് തത്വത്തിൽ അംഗീകരിച്ച ഒരു പദ്ധതി, അതും കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റ് പൊതു പങ്കാളിത്തത്തോടും കൂടി നടപ്പാക്കാൻ തീരുമാനിച്ച അതിന് സർവേ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? നമ്മുടെ സമയമാണ് നമ്മുടെ ഏറ്റവും വിലപ്പെട്ടത്. ഇന്നത്തെ ഈ സമയം കഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞു പോയി. നമ്മൾ മുന്നോട്ട് നയിക്കണമെങ്കിൽ സമയം ആണ്. ആ സമയത്തിൽ കൂടുതൽ ഇതുമായിട്ട് വേണ്ടിയിട്ടാണ് ഈ സിൽവർ ലൈൻ. അതിന് തുരങ്കം വെക്കുന്ന രീതിയിൽ കോൺഗ്രസുമായും അതേമാതിരി തന്നെ വർഗീയ കക്ഷികളുമായും കൂട്ടുകൂടി ഈ സമരം നടത്ത് രാഷ്ട്രീയ ആഭാസല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ പറയാം. ഒന്നാമത്തെ ഒരു കാര്യം ഈ വിഷയത്തിലുള്ളത്, കേരളത്തിലെ നീതി ആയോഗിന്റെ കാര്യം പറഞ്ഞു. നീതി ആയോഗ് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? നീതി ആയോഗ് പറഞ്ഞിട്ടുള്ളത് ഈ റെയിൽ പദ്ധതിക്ക് പോലും ഇരട്ടി പണം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി എന്താ സുഹൃത്തെ? 3.5 ലക്ഷം കോടി കടത്തിലല്ലേ നമ്മളെല്ലാവരും. നമ്മൾ ഓരോരുത്തരും ശമ്പളം കൊടുക്കാൻ പണമുണ്ടോ? ഇന്നലെയും 5000 കോടി രൂപ കടമെടുത്തിരിക്കല്ലേ. കടക്കണിയിലായ കേരളത്തില് ആ കടക്കണിയിലായ കേരളത്തെ വീണ്ടും കടക്കണിയിൽ തള്ളിയിട്ട് ഒരു ശ്രീലങ്കയുടെ അവസ്ഥ ആക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല എന്നതാണ് അതിൽ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കേന്ദ്രം അനുമതി കൊടുത്തിട്ടില്ല. കേന്ദ്രം എവിടെ അനുമതി കൊടുത്തിട്ടുള്ളത്? കേന്ദ്രം ഒരു അനുമതി കൊടുക്കണമെങ്കിൽ ഒരു DPR മര്യാദക്കുള്ള വേണ്ടേ? ഒരു DPR, നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ പോലും കൃത്യമായ പ്ലാൻ അതുണ്ടാവും. അതിന്റെ ഇനീഷ്യൽ എക്സ്പെൻസ് ഇത്ര, കംപ്ലീഷൻ എക്സ്പെൻസ് ഇത്ര. നീതി ആയോഗ് പറയുന്നു ഇതിന്റെ കംപ്ലീഷൻ എക്സ്പെൻസ് 1 ലക്ഷം കോടി രൂപ വരും. ശ്രീധരനെ പോലെ ആൾക്കാർ പറയുന്നതിന് 1,22,000 കോടി രൂപ വരും. പിന്നെ എങ്ങനെയാണ് ഈ 65,000 കോടി കൊണ്ട് നടപ്പിലാക്കുന്നത്? മാത്രമല്ല 65,000 കോടി കൊണ്ട്
ഒരു കാരണവശാലും നടപ്പില്ല. 10 വർഷമെങ്കിലും മിനിമം എടുക്കുന്ന പറഞ്ഞില്ല. അങ്ങനെ ആകുമ്പോൾ കംപ്ലീഷൻ കോസ്റ്റ് എത്ര വരും? മാത്രവുമല്ല, നേരത്തെ അദ്ദേഹം സർവീസുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചു, ഇതിന്റെ കണക്ക് പറയാം 531 കിലോമീറ്ററിന് 1 കിലോമീറ്റർ 2 രൂപ 75 പൈസയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ 1460 രൂപ കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് ഒരിക്കലും തീരാൻ പോകുന്നില്ല. 1,22,000 രൂപ ചെലവ് വരും. അദ്ദേഹം പറഞ്ഞു കൂടുന്നു പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചില്ല, ചെലവ് കൂടുന്നു പറഞ്ഞു. കംപ്ലീറ്റ് ആകുമ്പോൾ എന്തായാലും 25ഓടുകൂടി ഒരിക്കലും അവസാനിക്കാൻ മറിയാൻ പോകുന്നില്ല. 30-35 ആവും. അങ്ങനെ വരുമ്പോൾ ഒരു ഇരട്ടി പണമായാൽ 1 കിലോമീറ്ററിന് 5 രൂപ 50 പൈസ വരും. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ കാസർഗോഡും തിരുവനന്തപുരത്ത് 2,920 രൂപ വരും. ഫ്ലൈറ്റ് പോയാൽ പോരെ. അങ്ങനെയാണെങ്കിൽ ഫ്ലൈറ്റ് പോയാൽ പോരെ. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അത്ര പൈസ വരില്ല. കരിപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റിന് അത്ര വരില്ല. എന്തിനാ പിന്നെ? അപ്പൊ ജനങ്ങൾക്ക് ആർക്ക് വേണ്ടിയാണ്? ആ ചോദ്യത്തിന് മറുപടി ആർക്ക് വേണ്ടി? ഇത് 3.5 കോടിയിൽ 79,000 ആളാണ് യാത്ര ചെയ്യുന്നത്. 0.52 0.52% വേണ്ടി 3.5 കോടി ജനങ്ങളുടെ കടക്കണിയിലാക്കണോ? ഈ ചോദ്യത്തിന് എന്താ മറുപടി വരാത്തത്? ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ തിരുനാവായക്ക് ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.